അമ്മ പറഞ്ഞിട്ടുണ്ട് അതില് സ്വാധീനക്കുറവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മള് ഒരു പ്രായം കഴിഞ്ഞ് നമ്മള് കുട്ടികളെ ലാളിക്കാറൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ കൈക്കകത്ത് നമ്മളെ മസിൽസ് ഇല്ല. പല ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി ലാസ്റ്റ് അമൃതയെ കൊണ്ടുപോയി. അമൃതയെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ചികിത്സയില്ല എന്ന് പറഞ്ഞു. ചികിത്സയില്ലാന്ന് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല കൂടെ. അപ്പൊ ഇവന് തന്നെ അറിയാം എന്തേലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റും. റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിൽക്കുന്ന സഹതാവല്ല ഞങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ മരണം വരെ ലൈഫിൽ മൊത്തം ഞങ്ങൾക്ക് എന്ത് സങ്കടമാണത്. എല്ലാം ദൈവം ഒരാൾക്ക് തികച്ചു കൊടുക്കുകയല്ലോ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കുറവ് വേണ്ടേ. ഇപ്പൊ സായി കൃഷ്ണ എന്തായിരുന്നു 5 ലക്ഷം രൂപ എടുത്ത് മടങ്ങിയല്ലോ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരു പേടി ഉണ്ടായിരുന്നു ഇനി മണി ബോക്സ് വെക്കുമ്പോ എടുക്കണ്ട, ജനം എന്ന് പുറത്താക്കുന്നു അന്നേ മോനെ ഇറങ്ങാവുള്ളൂ. ജനങ്ങളാണ് തീരുമാനിക്കണ്ടേ, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും പോരരുത്. കാരണം ജനം തീരുമാനിക്കട്ടെ. അമ്മ കേറിയല്ലോ അതിനകത്ത്. അർജുൻ ചേട്ടനെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? അച്ഛനത് മിസ് ചെയ്തത് എനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും പോയ അന്ന് മുതല് ഞാനൊരു 10 കിലോളം കുറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് BP ഒന്നും ഇല്ലായിരുന്ന ആളാ. ഞാനിപ്പോ BP ഗുളിക കഴിക്കാൻ തുടങ്ങി. ഇവിടെ ആള് ഭയങ്കര എന്താ പറയാ ഡാൻസ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലായിരിക്കില്ല. അറിയത്തില്ല. എന്റെ അടുത്ത് കൂടുതൽ അങ്ങനെ സംസാരിക്കുകയാണ്. ഞാനിതിൽ ചോദിച്ചാലേ എന്നെ മറുപടി പറയുള്ളൂ. എന്റെ അടുത്തൊരു ഗൗരവക്കാരനാണ് എപ്പോഴും. എന്ന് വെച്ചാല് അമ്മക്കുട്ടിയാ ഉള്ള കാര്യം പറയാം. ഒരുപാട് ഫാൻ ഗേൾസ് ഉണ്ടല്ലോ. ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ? അവനും കൂടെ താല്പര്യപ്പെടുന്നു. അവന് ആരെ വേണമെന്ന് അവന് ഞങ്ങളോട് ആവശ്യപ്പെട്ടാല് അവന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടു കൊടുക്കുള്ളൂ. പറയാൻ കാരണം വെച്ചാൽ ഞാൻ സ്നേഹിച്ച് കിട്ടിയതാ കക്ഷി. ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. ഇനി മുതല് ഫാൻ ഗേൾസിനൊക്കെ ഉറക്കുണ്ടാവല്ലേ. കാരണം അച്ഛനും അമ്മയും ലവ് മാരേജ് ആണ്. മഴവിൽ കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റായ അർജുൻ ചേട്ടന്റെ വീട്ടിലാണുള്ളത്. അർജുൻ ചേട്ടന്റെ അച്ഛനും അമ്മയാണ് എന്റെ കൂടെ ഉള്ളത്. നമസ്കാരം. അർജുൻ ചേട്ടൻ എങ്ങനെയാണ് ബിഗ് ബോസിൽ എത്തിയത്? ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്? തീർച്ചയായിട്ടും വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്താനായിട്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് എഫർട്ട് എടുത്താണ് ഇവിടം വരെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ സീസൺ 3 തൊട്ട് ഇങ്ങോട്ടേക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. സീസൺ 5 ശ്രമിച്ചു, വൈൽഡ് കാർഡായിട്ട് വിളിച്ചു, അതും തട്ടിത്തെറിച്ചു പോയി. പിന്നെ ഇതിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് നടത്തി അതിനൊക്കെ വിൻ ചെയ്താണ് ഇവിടം വരെ എത്തിയത്. അച്ഛനും ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. കാരണം ഇവര് രണ്ടുപേരുടെ ഒരു ഫാൻ ബേസ് ഉണ്ട്, വല്ലതും അറിയുന്നുണ്ട് ഇതൊക്കെ. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി ഇടുക്കിയിലാണ് ജോലി. ഞാൻ ആഴ്ചയിലൊക്കെ ലീവ് കിട്ടിക്കഴിഞ്ഞ് വീട്ടിൽ വരാറുള്ളൂ. അപ്പം കാര്യങ്ങൾ കൂടുതൽ ഇവള് വൈഫും മോൾ അവിടെ ഇരുന്ന് ഡീൽ ചെയ്യും, ഡീൽ ചെയ്യും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വരും. ഇപ്പം നിങ്ങളിപ്പം വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നലെ വന്നത് ഇവിടെ. അപ്പൊ അങ്ങനെ സർക്കാർ ജീവനക്കാരന്റെ അവസ്ഥ അറിയാമല്ലോ. എനിക്കിനി 1 വർഷങ്ങളുള്ളൂ പെൻഷനാകാൻ. അപ്പൊ അതുവരെ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഞാൻ വനം വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇടുക്കിയിലാണ്. ഇടുക്കി എന്ന് പറയുമ്പോൾ അറിയാലോ, വനം പ്രദേശമാണ് കൂടുതലും, റിസ്ക് ഉള്ള ഏരിയയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു സൗകര്യം കിട്ടി വേണം വരാൻ. എങ്കിലും എവിടെയെങ്കിലും പോയാലും എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയും ഇങ്ങനെ പോവുകയാണ്. നല്ല കാര്യമല്ലേ, നല്ല പ്ലാറ്റ്ഫോം കിട്ടുന്നത് നല്ല കാര്യമാണ്. നമുക്ക് അമ്മ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അതിൽ അല്ലെ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ ഭയങ്കര ആക്റ്റീവ് ആണ്. രണ്ടുപേരും സ്വീകരിച്ച ഒരുപാട് ആൾക്കാര്, തീർച്ചയായിട്ടും ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് അർജുന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു പാട്ട് പാടാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്നോട് ആ കുട്ടികളെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പാടിയത് നിങ്ങൾ പാടുപെടും എന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്കൊന്നും മൂളാൻ പോലും എനിക്കറിയില്ല. ഡാൻസ് എന്ന് പറഞ്ഞ എന്റെ ലൈഫിൽ ഞാൻ ഒരു ചുവട് പോലും വെച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവിടെ ചെന്നിരുന്നപ്പോ എല്ലാവരോടും പറഞ്ഞു എന്തെങ്കിലും ചെയ്യണോ എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയോ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്തു. പക്ഷെ എല്ലാരും അത് സ്വീകരിച്ചില്ലേ, ഭയങ്കര ഹാപ്പിയായി. അതേപോലെയാണ് അർജുൻ ചേട്ടന്റെ സിസ്റ്ററും അല്ലേ, സിസ്റ്ററിന് അശ്വിനി ചേച്ചിയും എല്ലാവരും ഏറ്റെടുക്കുക ചെയ്തത്. വലിയൊരു ഭാഗ്യാണ് അതിനകത്ത് കയറാ. മകൻ ആദ്യം അമ്മ കേറിയല്ലോ അതിനകത്ത്. അർജുൻ ചേട്ടനെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? അച്ഛനത് മിസ് ചെയ്തത് എനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും എന്തുവാ കാറിനകത്തൊന്ന് നോക്കുന്നുണ്ട് അച്ഛനുണ്ടോന്ന്. പക്ഷെ 2 പേർക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ
അവള് കയറിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് തന്നെ. കാരണം വെച്ചാല് അവിടെ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നേ, അവൾക്ക് ആക്ടറല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അല്ല ഞങ്ങൾ രണ്ടും കയറി തന്നെ. അവളെ മാറ്റുന്നത് ശരിയല്ലല്ലോ. അതാണ് ഈ ശരിക്കും അവര് തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിട്ട് എന്താ പറയാ, അതിൽ വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര എന്താ ചേച്ചി ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയായിരുന്നു അല്ലേ? ഞങ്ങൾ 4 പേര് അടങ്ങുന്ന ജീവിതമാണ്. ഈ 2 കുട്ടികളും ഞങ്ങൾ അപ്പുറം ഇപ്പറയും ആണ് നിൽക്കുന്നത്. അപ്പം ഇതുങ്ങളെ 2 ചേർത്ത് വെച്ചുള്ള ഒരു ജീവിതം. ഞങ്ങൾ അച്ഛൻ ജോലിക്ക് പോകും. അപ്പൊ ഞങ്ങള് 3 ശരിക്കും പറഞ്ഞാല്. ഇവര് പുറത്ത് അങ്ങനെ ഫ്രണ്ട്സും അങ്ങനെ അധികം ഇല്ല. മൂത്തുകുട്ടി പെൺകുട്ടി, എന്റെ ഇളയ കുട്ടി ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും അധികം വിടാറില്ലായിരുന്നു. ജീവിതമൊക്കെ ഇപ്പൊ ഞങ്ങൾ വീട് വാങ്ങിച്ചിട്ട് 3 വർഷം ആവുന്നുള്ളൂ. ക്വാർട്ടേഴ്സിലായിരുന്നു ലൈഫ്. ക്വാർട്ടേഴ്സ് ഇങ്ങനെയൊക്കെയായിട്ട് നടക്കുമായിരുന്നു. മൂത്ത കൊച്ചു പെൺകുട്ടി ആയിരുന്നുകൊണ്ട് കുറെ കൂടെ കെയർ ചെയ്യണമല്ലോ. അപ്പൊ 2 പേരും തമ്മിലായിരുന്നു കളി, കാര്യങ്ങള്, പഠനം. ഇവന്റെ പഠന കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടിരുന്ന അവളാണ്. അപ്പൊ ഒരാൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട അടുത്തയാളെ മൂത്തയാള് നോക്കും. രണ്ടുപേരും കൂടി അങ്ങനെ അവള് കല്യാണം കഴിഞ്ഞ് പോയപ്പോ തന്നെയാണ് ഇവ ശരിക്കും ഒറ്റപ്പെട്ടെന്ന് വേണം പറയാൻ. കാരണം അത്രയ്ക്കും കൂട്ടായിരുന്നു 2 പേരും. എന്താ പറയാ, ശരിക്കും അതില് പോകുമ്പോഴത്തേക്ക് എന്താ പറയാ, ആരോടും ഒരു എന്താ പറയാ വഴക്കാവട്ടെ അല്ല മുഖം കറുത്ത് സംസാരിക്കുക, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നതാണ് എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഫാമിലി ഫുൾ അങ്ങനെയാന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും. അമ്മ പുറത്തിറങ്ങിയപ്പോ പ്രതികരണങ്ങളൊക്കെ കണ്ടിരുന്നോ? നന്നായിട്ട് എന്ത് തോന്നിയപ്പോ? അച്ഛൻ എന്താ തോന്നി? എനിക്ക് അച്ഛന്റെ ഒരു അഭിപ്രായം അറിയണമെന്നുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ പോകുമ്പോ എന്നെ ആരും അറിയുന്നില്ല. ഇപ്പോഴും ഞങ്ങളിപ്പോ ടൗണിൽ പോയിട്ട് വന്നതുള്ളൂ. അപ്പൊ അവര് ഈ സ്ത്രീ എവിടെ കണ്ടിട്ടുണ്ട്, മൊബൈൽ എടുത്ത് നോക്കുന്നു, അങ്ങനെ ഒന്ന് ചോദിക്കുക. കാരണം ഈ ഷോ കാണുന്നവരായിരിക്കുമല്ലോ, അല്ലാത്തവരില്ല. അപ്പൊ ഇന്നലെയാണല്ലോ ഞങ്ങൾ കോട്ടയത്ത് റിലയൻസിൽ പോയി സാധനം മേടിക്കാനൊക്കെ പോയപ്പോൾ അവിടെ ഒത്തിരി പേര് അതിനകത്തുനിന്ന് ഓടി വന്ന്. അപ്പൊ അവർക്ക് സംശയമുള്ള അവർ മൊബൈൽ നോക്കുന്നു. അപ്പൊ പുള്ളിക്കാരത്തിയെ പറഞ്ഞോളൂ ഇത് അർജുന്റെ പപ്പയാണ്. കാരണം ഞാൻ എന്നെ അറിയത്തില്ലല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്റർവ്യൂവിൽ കണ്ടുള്ള ആൾക്കാർക്കാണ് അങ്ങനെ അറിയത്തുള്ളൂ. കൂടുതലും ഞാൻ അങ്ങനെ രംഗത്തോട്ട് വരുന്നില്ല. എന്റെ സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് അമ്മ എവിടെ പോയാലും അറിയുന്നുണ്ടല്ലോ. ഭയങ്കര സന്തോഷമായിരിക്കും. ആണ്. പക്ഷെ അത് മകനിലൂടെ ആണ് സാധിച്ചതെന്ന് പറയുമ്പോ അത് വലിയൊരു ഭാഗ്യമാണ് അല്ലേ? ഇതുവരെയൊക്കെ എത്തുംന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇതുവരെ കിട്ടുന്ന മീൻസ് എന്താ പറഞ്ഞിരുന്നല്ലോ അമ്മ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പം അത് ഇവിടം വരെ എത്തും, എനിക്ക് അതിൽ പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലാലേട്ടനെ കാണാൻ നമുക്ക് കിളി വരക്കുന്ന ഒരു സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞത്. നമ്മള് വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ നല്ല മനസ്സുള്ള ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് PR വർക്ക് അങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ല. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. സത്യം പറയാം ഒന്നും നമുക്കില്ല. ദൈവം സഹായിച്ച് പറയാ, ഈ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അർജുൻ ഇവിടെ എത്തിയത്. ഇത്രയും എല്ലാം ഉണ്ടായത്. ഒരു PR വർക്ക് എന്താ അല്ലെങ്കിൽ എന്താ അന്നും അതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇനി ജനങ്ങളുടെ സപ്പോർട്ട് ഫ്ലെക്സ് പോലും വെക്കണ്ട ഞങ്ങളോട് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ ഒന്നും വെക്കണ്ട, എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങള്. അപ്പൊ ഈ വഴിയിലൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അല്ലാതെ എങ്ങും ഇല്ല. പിന്നെ എറണാകുളം സൈഡിലൊക്കെ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ നമ്മള് PR വർക്ക് ആരും ഏൽപ്പിക്കുകയോ നമ്മളോട് വന്ന് ഇങ്ങോട്ട് ചെയ്യാന്ന് പോലും ആരും പറയും. പിന്നെ ഞങ്ങളുടെ അറിവില് ഒത്തിരി ആൾക്കാർ ഇവന്റെ ഫാൻസുകാരൊക്കെ തന്നെത്താനൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ട്, എന്താ ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ലെറ്റർ ഒക്കെ കിട്ടിയാൽ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്താണ് ശരിക്കും ഒരു ലവ് ലെറ്റർ ഒക്കെ അച്ഛനത് കണ്ടിരുന്നില്ലേ? കണ്ടു. ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു അർജുൻ, ആരോ എഴുതിയ ഒരു ലെറ്റർ. പൂ കിട്ടി, ലിപ്സ്റ്റിക്കൊക്കെ പതിപ്പിച്ച ചുമ്മനം അത് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്ക് എന്താണ് ഒരു പുറത്തെ റിലേഷൻ ഉണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ആരോ നമുക്കറിയില്ല, അറിയില്ല. നമ്മള് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും സംസാരിക്കുമ്പം, പ്രത്യേകിച്ച് ഒരു ലേഡി ഒരു കുട്ടിയോട് സംസാരിക്കുമ്പം ഉടനെ അവര് പറയുന്നത് ഞാൻ അർജുന്റെ ഫാനാണ്. ഞങ്ങൾ എല്ലാരും അതെ, പെൺകുട്ടികളാണ് അർജുന്റെ ഫാൻ. അത് കൊടുത്തത് ആരാന്ന് ഇതുവരെ അറിയില്ല.
കൂടുതലും പെൺകുട്ടികളാണ്. കോളേജിലൊക്കെയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ വാതക്കലൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് അർജുൻ്റെ പപ്പയും അമ്മയും ഞങ്ങൾ പറയും ഒരു വോട്ട് ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ അവരിങ്ങോട്ട് നിങ്ങൾ പറയണ്ട, ഞങ്ങൾ ഓൾറെഡി അർജുന്റെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഒരുപാട് എനിക്ക് തോന്നുന്നു നല്ല ഫാൻ ബേസ് ഉള്ള ഒരാള് തന്നെയാണ്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കോളേജ് വഴി കൊണ്ടുവരണം, അവിടെ എടുക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങുമ്പോ അച്ഛനമ്മ കൊറേ ഡീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാരല്ലേ. ചെയ്യാൻ നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. കാരണം കൊണ്ടുവരണമല്ലോ. കാരണം നമ്മളൊരു PR വർക്ക് ചെയ്യാതെ ഇത്രയും എത്തുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു ആവശ്യം പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടു ചെല്ലണമെന്നുണ്ട്. ഓക്കെ, ഇപ്പം വീട്ടിലൊരാഗ്രഹം പറയാണ് എനിക്ക് അഭിനയിക്കണം, അപ്പൊ അതിൽ അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യണം. മോഡലിംഗ് രംഗത്തൊക്കെ ഇപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോ ഇതൊക്കെ മുന്നോട്ട് വെച്ചപ്പോ അച്ഛനും അമ്മയിലും ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? അമ്മയോട് ഞാൻ ചോദിക്കണം, ആരാണ് എതിർത്തത്? ഇതിൽ രണ്ടിൽ ആരാണ് എതിർത്തത്? അച്ഛനായിരിക്കും, അച്ഛൻ്റെ മുഖഭാവം എതിർപ്പില്ല. ഒരു കാരണവശാലും രണ്ടു കുട്ടികൾക്കും ഒരു എതിരും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അവരുടെ ഇഷ്ടം. കാരണം നമുക്കറിയാം എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാലും നല്ല രീതിയിലേക്ക് പോകും. എങ്ങനെ ഇത്രയും ദിവസം അവിടെ വിഷമമുണ്ട്. പക്ഷെ നല്ല കാര്യങ്ങൾ ഞങ്ങൾ ദിവസം കണ്ടോണ്ടിരിക്കുവല്ലേ. ഞാൻ പറഞ്ഞില്ലേ, പോയ അന്ന് മുതല് ഞാനൊരു 10 കിലോളം കുറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് BP ഒന്നും ഇല്ലായിരുന്ന ആളാ. ഞാനിപ്പോ BP ഗുളിക കഴിക്കാൻ തുടങ്ങി. പ്രശ്നമുണ്ട്, കാരണം നമുക്ക് ടെൻഷൻ ഉണ്ട്. ഇതിനകത്ത് ഓരോ കാണും. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതിന്റെ പ്രശ്നമുണ്ട്. പ്രോട്ടീൻ എടുക്കുന്നില്ല, ഫുഡിന്റെ കുറവുകള്, അതിന് വർക്കൗട്ട് ചെയ്യാനുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് ചെറിയൊരു മിനി ജിമ്മല്ലേ ഉള്ളൂ. അപ്പൊ ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ ഫുഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങള്, പിന്നെ ഓരോ ടാസ്കുകൾ വരുമ്പോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകള്, കൈക്ക് പ്രശ്നമുള്ളതുകൊണ്ട് കൈ ഇങ്ങനെ ശരിക്കും നന്നായിട്ട് നിവരത്തില്ല. അപ്പൊ കയ്യിൽ കുടം വെച്ചുള്ള ടാസ്ക് ഒക്കെ വന്നപ്പം അന്നേരം കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കയ്യിൽ അത്രയും വെച്ചോണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ താഴൊക്കെ പോയപ്പോ ചില ടാസ്ക് ഒക്കെ നടക്കുമ്പോൾ ഞാൻ ഇന്ന് കരയായിരുന്നു. ശരിക്കും സങ്കടം തോന്നുമായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട് അതില് സ്വാധീനക്കുറവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഒരു +1 +2 ഒക്കെ ആയപ്പോഴാണ് നമ്മളെ അതൊരു കൈയുടെ മുട്ടിന് ഇപ്പുറം ചെറിയൊരു ശോഷിപ്പ് പോലെ തുടങ്ങിയായിരുന്നു. നമ്മള് പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് നമ്മള് കുട്ടികളെ ലാളിക്കാറൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇവന് ഒരു കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, കുറച്ച് നാളുകളെ ഒരു 3 വർഷമായി അല്ലേ, 3 വർഷത്തോളം ആയുള്ളൂ. അപ്പൊ അന്നേരമാണ് ഇവന്റെ കൈ, ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, കൈ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്. അന്നേരം ഞങ്ങള് പല ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി, ലാസ്റ്റ് അമൃതയെ കൊണ്ടുപോയി. അമൃതയെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ചികിത്സയില്ല എന്ന് പറഞ്ഞു. ചികിത്സയില്ലാന്ന് ചികിത്സയില്ല എന്ന് പറഞ്ഞ മീൻസ് എല്ലാം ദൈവം ഒരാൾക്ക് തികച്ചു കൊടുക്കുകയല്ലോ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കുറവ് വേണ്ടേ. അപ്പൊ അങ്ങനെയുള്ളൊരു കുറവേ ഉള്ളൂ. അത് വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല പ്രോട്ടീനുള്ള ആഹാരം കഴിച്ചാൽ മതി. മെയിനായിട്ട് ഈ മസിൽസ് ഇങ്ങനെ ഇല്ലാതെ വരിക, ഇവിടെ ഇങ്ങനെ മസിൽസ് ഇല്ലാതെ വിരലുകളൊക്കെ ശോഷിക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് 2 കൈയുടെ മുട്ടിന് ഇപ്പുറത്തോട്ട് അതുണ്ട്. പിന്നെ അത് ഞങ്ങൾ ഒത്തിരി ആയുർവേദ അലോപ്പതി എല്ലായിട്ട് ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് ഇവൻ തന്നെ ഇവന്റെ മനസ്സിനെ നല്ല ബോൾഡാക്കി എടുത്തു. കാരണം ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല കൂടെ കൈ പിടിച്ചു പോകാൻ. ഞങ്ങള് മോടെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ ഇവനെ ഡിപ്പെൻഡ് ചെയ്യണം ഞങ്ങൾക്ക് മുമ്പോട്ട് ലൈഫിലേക്ക് ജീവിക്കാൻ. അപ്പൊ ഇവനെ തന്നെ അറിയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റും. അപ്പൊ ഇവൻ തന്നെ ഡൗൺ ആകാതെ, കാരണം ഒത്തിരി ബുദ്ധിമുട്ടി റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിൽക്കണം. സഹതാപമല്ല ഞങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞങ്ങള് സാമ്പത്തികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടി. പല സ്ഥലങ്ങളിൽ നിന്നും പൈസയൊക്കെ PF ഒക്കെ എടുത്താണെങ്കിലും പൈസയൊക്കെ എടുത്ത് ഒരു ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആരോട് ചോദിച്ചാലും തരും. ഇപ്പം അങ്ങനെ PF ഒക്കെ എടുത്ത് ഞങ്ങൾ ഡോക്ടർമാരുടെ അടുത്തെല്ലാം കൊണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. പക്ഷെ അത് അത്രയും സക്സസ് ആയില്ല. പിന്നെ അവൻ തന്നെ 20-25 ദിവസത്തോളം ക്ലാസ്സിൽ പോലും പോകാതെ ആയുർവേദം ചെയ്ത് വീട്ടിൽ തന്നെ കിടന്നു. ആ സമയത്താണ് പരീക്ഷ എഴുതുമ്പോൾ ഇറക്കുമായിരുന്നു. ഫുഡ് കഴിക്കുമ്പം ഞാൻ +1 +2 ഡിഗ്രി എല്ലാം ഉണ്ടല്ലോ, ലഞ്ച് ഇല വെട്ടി ഇലക്കകത്ത് ചോറ് കൊടുത്തു വിടുന്നത്. കാരണം അത് വാരി കഴിക്കുമ്പോൾ ലഞ്ച് ബോക്സ് ആകുമ്പോൾ വാരി കഴിക്കുമ്പോൾ താഴെ പോകും, കുറച്ചേ കിട്ടുള്ളൂ. ശരിക്കും ഞാൻ ഒരു ആൺകൊച്ചാണെങ്കിലും പെൺകൊച്ചാണെങ്കിലും മക്കളെ കുറിച്ച് ഒരുപാട് സന്തോഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുന്നു. ഭയങ്കര ഇത് മനസ്സിൽ ഞങ്ങളുടെ മരണം വരെ ലൈഫിൽ മൊത്തം ഞങ്ങൾക്ക് എന്ന് സങ്കടമാണത്. പക്ഷെ ഞങ്ങളത് അവനെ കാണിക്കാറില്ല. അവൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളെയും കാണിക്കാറില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്ത് ആഗ്രഹത്തിനും ഇഷ്ടത്തിനുമാണ് 2 പിള്ളേരെ ഞങ്ങൾ വിട്ടേക്കുന്നത്. കാരണം മോളും ഇവനുമായിട്ടാണ് ഇവന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞത്. ചില രാത്രികളിലൊക്കെ ഞങ്ങളിടം തന്നെയാണെങ്കിലും അമ്മയിൽ കിടക്കുമ്പം ഇവന് ചില ബുദ്ധിമുട്ടുകളൊക്കെ കൈക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നോട് പറയാറില്ല. അപ്പൊ അവളെ വിളിച്ചു പറയും എനിക്ക് ബുദ്ധിമുട്ടടി, പപ്പയോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വേദനകളൊക്കെ വരും ചിലപ്പോൾ.
ചില വേദനകളൊക്കെ വന്ന് ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി രാവിലെ വന്നിരിക്കുമ്പം ഈ സ്റ്റെപ്പേ വന്നിരുന്ന് ഇങ്ങനെ കൈയൊക്കെ തിരുമുന്ന കാണുമ്പം എനിക്ക് അറിയാം. പക്ഷെ എന്നോട് പറയാമല്ലോ എന്നാ പറ്റിയാണ്, ഒന്നുമില്ല മമ്മി എന്ന് പറയും. പിന്നെ ഒരു ചെറിയ ചെറിയ മെഷീൻസ് ഒക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ളൊരു മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, MBA വരെ പഠിച്ചു, പിന്നെ ഒരാങ്കൊച്ച് മുമ്പോട്ടേക്ക് ലൈഫിലേക്ക് ഒരു ജോലി എടുത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ കൈക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മളെ. ഭയങ്കര പ്രശ്നമാണ് അത്, നല്ല സങ്കടമുള്ള കാര്യം അത്. അപ്പം ഇപ്പം എങ്ങനെയുണ്ട് അതൊക്കെ റിക്കവർ ചെയ്ത് അവൻ തന്നെത്താൻ അവന് മനസ്സിനെ പ്രൗഡാക്കി എടുത്തു. ഞാനിങ്ങനെ ഇരുന്നാൽ തളർന്നിരുന്നാൽ ശരിയാവില്ല, ഞാൻ നന്നായിട്ട് അതിന് മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയിൽ തന്നെ അവൻ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് മുമ്പോട്ട് എത്തിയത്. പല രീതിയിൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെ വളർന്ന കുട്ടിയായിരുന്നത്. ഒരുപാട് എല്ലാ കാര്യങ്ങളിലും നല്ല പ്രഷർ കൊടുത്ത് തന്നെ ഇവിടെ വരെ എത്തിയത്. പുറകോട്ട് നിക്കത്തില്ല. അവിടെ ചെന്നതിന് ശേഷം വർക്കൗട്ട് ഒന്നുമില്ല, പിന്നെ പ്രോട്ടീൻ കഴിക്കുന്നില്ല. അതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിലും ചപ്പാത്തിയൊക്കെ ശ്രീതു ഒടിച്ച് നുറുക്കി കൊടുത്താണ് കക്ഷി തിന്നത്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതിനകത്ത് ഒരു ഹെൽപ്പുണ്ട്. എല്ലാവരും ശ്രീതു തന്നെയല്ല, എല്ലാവരും നല്ല ഹെൽപ്പാ. പുറത്തു പോയ കുട്ടികളും ബാക്കി ആർട്ടിസ്റ്റുകളും എല്ലാവരും ഇവനെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അതിനകത്തുള്ള എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരെയും വെറുപ്പിക്കുകയല്ല, അത്ര സ്വഭാവമുണ്ടേ, ആരെയും വെറുപ്പിക്കത്തില്ല. അത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം, ആരോടും ഒരു പ്രശ്നം പരിഭവങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അതില് ടാസ്കുകളൊക്കെ കാണുമ്പോ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ, എങ്ങനെ ചെയ്യും, മുന്നോട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ലൈവ് ഇരുന്ന് കാണുമല്ലോ, എനിക്ക് ലൈവ് കാണാൻ എല്ലാം ചെയ്ത് തന്നിട്ടോ ലൈവ് ഇരുന്ന് കാണും. അപ്പൊ ജോലിക്ക് പോകും, ലീവിന് വരുമ്പോ ഇരുന്നാണ്. ഞാനിങ്ങനെ 24 മണിക്കൂറും വെച്ചൊക്കെ ഇത് ഓഫാകത്തില്ല. ഞാൻ എങ്ങോട്ടും മാറി പോകുമ്പോഴും ഓഫാക്കത്തില്ല, ശബ്ദം കേൾക്കുമ്പോഴും ഓടി വരും. ടാസ്ക് സമയത്തൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് ചെയ്യണമെന്നൊരു ദൈവം നന്നായിട്ട് തന്നെയാണ് ഇതുവരെയും കൊണ്ടുപോയേക്കുന്നത്. ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ പോകും, നല്ല ഉറപ്പുണ്ട്. ജനങ്ങളുടെ സപ്പോർട്ട് നല്ലതായിട്ടുണ്ട്, ഇവിടെ നല്ലതായിട്ട് സപ്പോർട്ടുണ്ട്. അത് നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് വിൻ ചെയ്ത് വരും തന്നെയാണ് പ്രതീക്ഷ, സത്യം പറയാം. ആണ് ഈ എന്താ നമുക്ക് ഈ ഹെൽത്തിന് ഇത്ര ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലും ഇത്രയൊക്കെയും വളർന്ന് ഇതുവരെയൊക്കെ എത്തി. അപ്പൊ അതൊരു പ്രൗഡ് മൂവ്മെന്റ് അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു എന്താ പറയാ കഷ്ടപ്പാടാണ് ഒരു മനുഷ്യനെ എവിടെയെങ്കിലൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോ ഇതുകൊണ്ട് എപ്പോഴെങ്കിലും എതിർത്തിട്ടുണ്ടോ ബിഗ് ബോസിൽ പോകണ്ട? കാരണം ടാസ്കുകളൊക്കെ ഉണ്ടെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയാലോ, ഇങ്ങനെ ഒരു പ്രശ്നം കൈക്കുണ്ട്. എതിർത്ത് പറയത്തില്ല, ഒരു ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പറയല. കക്ഷി 3 വർഷമായിട്ട് ഇത് തമിഴും മലയാളം എല്ലാം മാറിയിരുന്ന് കണ്ട് ഇതിന് അങ്ങ് അഡിക്റ്റ് ആയിപ്പോയെന്ന് ഞാനിത് പിടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടു. ഈ അച്ഛൻ അങ്ങനെ ബിഗ് ബോസ് കാണാറില്ല. ഈ സീസൺ മോൻ പോയതെന്താ ശരിക്കും ഇരുന്ന് കാണുന്നത്. നേരത്തെ ഒക്കെ ഞങ്ങള് തന്നെ നൈറ്റും ഡേയും ഞാൻ കുത്തിയിരുന്ന് കാണുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കാണുമായിരുന്നു. കഴിഞ്ഞ 5 സീസൺ മുടങ്ങാതെ കണ്ടിട്ടുണ്ട്. ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ബിഗ് ബോസ് എന്നൊരു ഷോ മാത്രമല്ല, ഒരു വ്യക്തി എങ്ങനെ അകത്തും പുറത്തും എങ്ങനെയാണെന്നുള്ളൊരു തെളിയിക്കാനുള്ള ഒരു ഷോയും കൂടിയാണ് ബിഗ് ബോസ്. അല്ലാതെ ഒരു ഗെയിം മാത്രമല്ല, ഏതൊരു വ്യക്തിയാണല്ലോ ആ വ്യക്തിത്വം എന്താന്നുള്ളത് പുറത്തൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും. അതൊരു വലിയൊരു റിയാലിറ്റി ഷോ ആയത് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇപ്പം അർജുൻ ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് സ്റ്റോറി പറയണമല്ലോ. അപ്പം ആളൊരിക്കലും ഭയങ്കര സെന്റി ആയിട്ട് പറയുന്നില്ല, ആള് ഇത് ഭയങ്കര കൂളായിട്ട് പറഞ്ഞു പോവാണ്. അപ്പൊ അത് കേട്ടപ്പോ അച്ഛനും അമ്മയ്ക്ക് എന്താ ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി, ഇത്ര നന്നായിട്ട് സംസാരിക്കണെന്ന് പറയുന്നത്. അത് അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, എന്റെ ഈ പ്രോബ്ലം കാരണം എനിക്കൊരു സെന്റിമെന്റ് സോട്ട് വേണ്ട, ആരും അതൊരു സഹതാപമായിട്ട് എടുക്കണ്ടെന്ന് തന്നെ അവൻ ബിഗ് ബോസിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന്റെ വഴിക്ക് പോയിക്കോളും, ഞാൻ എന്റെ വഴിക്ക് പോകുന്ന എന്നുള്ള രീതിയിലാണ്. പുള്ളിക്ക് അത് പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് പുള്ളി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എന്താണ് അതൊരു പ്രശ്നമാക്കി എടുക്കാണ്ട് അതിനെ മൈൻഡ് ചെയ്യാണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇതിലും കുറവുള്ള ഓരോ വ്യക്തികളും ഇല്ലേ, അപ്പൊ നമുക്ക് ഇത് നിസ്സാരമായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് മകനെ കണ്ടപ്പോ അത് ഓർത്തോ അമ്മ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും? പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി, ഇത്രയും ദിവസം കാണാതിരുന്ന് കണ്ടപ്പം. പക്ഷെ ഞാനത് മുഖത്ത് കാണിച്ചില്ല, ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അച്ഛനെ കുറിച്ച് തിരക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പപ്പ ഞങ്ങളെ തന്നെ പോകത്തില്ല എന്നറിയാം. പപ്പയും അവിടെ ഹസ്ബൻഡും വെളിയിലുണ്ട്, റൂമിലുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് കയറി വരാൻ പറ്റത്തില്ല, 2 പേർക്കേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വിശേഷങ്ങൾ ചോദിച്ചു, പപ്പ ജോലിക്ക് പോകാറുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, ഡയബറ്റീസ് പേഷ്യന്റ് ആണ്, മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എല്ലാം കുഴപ്പമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവനും പപ്പായും കാണാൻ വേണ്ടി ഇങ്ങനെ തമ്മിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഫിനാലെ കഴിഞ്ഞ്
വരുമ്പോഴത്തേക്ക് ആദ്യം മീറ്റ് ചെയ്യുന്നത് പപ്പയായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ അതൊരു എന്താ പറയാ, ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു അല്ലേ, കാരണം അമ്മയെ മീറ്റ് ചെയ്തു അപ്പോഴും തിരക്കിയിട്ടുണ്ടായിരുന്നു പപ്പ എവിടെയെന്ന്. അപ്പം ശരിക്കും അച്ഛന് വിഷമം ഉണ്ടായിരുന്നോ കാണാൻ പറ്റാത്തതില്? ഞാനിത് അതിനുവേണ്ടിയല്ലേ മൊബൈല് കാണാൻ വേണ്ടി. എങ്ങനെ 24 മണിക്കൂറും കണ്ടോണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഞാൻ കട്ടപ്പനയാണെന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ നോക്കും, എനിക്കാണ് സൗണ്ട് കാണണം. ഞാൻ രാവിലെ 8 മണി 7:45 8 മണി TV ഓൺ ആകും. മോർണിംഗ് ആക്ടിവിറ്റി, മോർണിംഗ് ടാസ്ക്, ആ പാട്ട് ബിഗ് ബോസിന്റെ. അപ്പൊ എണീറ്റിട്ടുണ്ടോ, എണീറ്റ് വന്നോ, ഡാൻസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും അർജുന് ബേസിക് ഡാൻസ് അറിയില്ലാത്ത കുട്ടിയാണ്. അതിന് ചെന്നതിന് ശേഷം നന്നായി ഡാൻസ് കളിക്കാൻ തുടങ്ങി. അത് അമ്മ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പൊ അങ്ങനെ ഡാൻസ് തുടങ്ങിയ സമയത്ത് ഇവിടെ ആള് ഭയങ്കര എന്താ പറയാ, ഡാൻസ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലായിരിക്കില്ല. ഭയങ്കര അറിയത്തില്ല. അപ്പൊ ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അമ്മക്ക് വീട്ടിൽ നിന്ന് കുറെ വ്യത്യാസങ്ങൾ അതിനകത്ത് പോയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡാൻസ്, ചെറുറ പാട്ട്, അത് ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാത്തിന്റെ ആദ്യത്തെ ലൈൻ പാട്ടുകളൊക്കെ. പിന്നെ എല്ലാം അടുക്കും ചിട്ടയോടെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഇവിടെ എന്നെ കിച്ചണിൽ സഹായിക്കുമായിരുന്നില്ല, അത് അതുപോലെ തന്നെ അതിലും കൂടുതൽ അവിടെ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്ന കാണുമ്പോ ഇവൻ ആള് കൊള്ളാമല്ലോ, ഇവന് ഇത്രയും ചെയ്യുമായിരുന്നല്ലോ. അമ്മയുണ്ട്, അച്ഛനുണ്ട് എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് അത് ഒരു നല്ലൊരു പാഠമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ 100 ദിവസം കൊണ്ടേ ഒരടുക്കും ചിട്ടയും വരും, ജീവിതം ഇങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഷോ എന്ന് പറയുന്നത്. അത് നല്ല ഇതായിട്ട് തന്നെ. ഒരു എന്റെ മകനിൽ ഒരു വ്യത്യാസം ഉണ്ടായി, സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ടോ? സ്വഭാവത്തിൽ മാറ്റം എന്ന് പറയാൻ ഒന്നുമില്ല, കാരണം സ്വഭാവം മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ വീട്ടിൽ പറയുന്ന ഒരാളാണ് അമ്മ, ശ്രദ്ധിക്കാറുണ്ടോ? നല്ല തഗ്സ് ഒക്കെ പറയാറുണ്ട്. അപ്പൊ അതിന്റെ കുറെ വൈറൽ കട്ട്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു? ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ടേ കാണുന്നു. ഒരുപാട് എന്താ തമാശകൾ പറയാറുണ്ട് അതിനകത്ത്. ഇപ്പൊ ഒരാളെ തന്നെ എന്താ അനുകരിക്കാൻ പറയുമ്പോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഭയങ്കരമായിട്ടും വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? കാരണം മോഡലിംഗ് ആയിട്ട് നടന്നൊരു വ്യക്തി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവന്റെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണല്ലോ നടന്നത്. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നില്ല, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇത് കാണിച്ചപ്പം ആള് നമ്മൾ ഉദ്ദേശിച്ച പാർട്ടി അല്ലാതെ തോന്നിയിട്ടുണ്ട് അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിനകത്ത് ചെല്ലുമ്പോഴാണ് കുറെ ആക്ടിവിറ്റീസ് പുറത്തെടുക്കുക. അപ്പൊ ആ ഒരു അനുകരണമൊക്കെ കണ്ടപ്പോ ശരിക്കും എല്ലാരും ഞാൻ ഉൾപ്പെടെ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തായിരുന്നു. ആരടി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്കൊന്ന് ഹെയർ ഒക്കെ എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. കളറുണ്ട്. അച്ഛനെ കണ്ടപ്പോഴത്തേക്കൊക്കെ എന്ന് തോന്നിയത് ഇത്രയും എന്റർടൈൻമെന്റ് ആയിരുന്നു എന്റെ മകനെന്നൊക്കെ തോന്നിയില്ലേ? നമുക്കൊരു എന്താ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് നമുക്ക് മനസ്സിലായത്. കാരണം വെച്ചാല് ഈ എന്റെ അടുത്ത് കൂടുതൽ അങ്ങനെ സംസാരിക്കുകയില്ല, പുള്ളിക്കാരത്തിയായിട്ടാ കൂടുതൽ സംസാരിക്കും. പെങ്ങളെ വിളിക്കുന്നതിലും ഉണ്ടെങ്കിൽ എന്നോട് അങ്ങനെ അധികം പറയുകയില്ല. ഞാൻ ഇതിൽ ചോദിച്ചാലേ എന്നെ മറുപടി പറയുള്ളൂ. തമാശയൊന്നും അങ്ങനെ എന്റെ അടുത്ത് പറയുന്നത്. പുള്ളി എപ്പോഴും എന്റെ അടുത്തൊരു ഗൗരവക്കാരനാണ് എപ്പോഴും. എന്ന് വെച്ചാല് എന്തോ അതിന് ഒരു അമ്മക്കുട്ടിയാ ഉള്ള കാര്യം. അമ്മ മകനാണല്ലേ? അത് കൂടുതൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും അമ്മമാരുമായിട്ടാണ് മക്കൾക്ക് കോണ്ടാക്ട് കൂടുതൽ വരുന്നത്. അച്ഛൻ ഏതൊരു വീട്ടിലുള്ള അച്ഛൻ രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വരും. ഒന്നല്ലവർക്ക് ജോലി അതിന്റെ കാര്യങ്ങള് ഭയങ്കര സീരിയസ് ആയ ഒരു ആളല്ലേ അച്ഛൻ എന്ന് പറയുമ്പോൾ. അമ്മയെന്ന് പറയുമ്പോൾ ഇവരുടെ കഴിവുകള്, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നെല്ലാം കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള കഴിവ് അമ്മയ്ക്കുണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതലാ. 2 പിള്ളേരുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാ അല്ലെങ്കിൽ എന്തിലേക്ക് ഇവർക്ക് പോകാനാണ് താല്പര്യം എന്നുള്ളത് ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇവനൊരു 9ാം ക്ലാസ് 10 പഠിക്കുമ്പോ ജിമ്മിലാക്കിയതല്ലേ, നല്ല ഉരുണ്ട് നല്ല തക്കട് അപ്പൊ ഞാനാണ് ജിമ്മിലൊക്കെ ഉണ്ടാക്കിയത്. ജിമ്മിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ജിം ട്രെയിനറോട് പറഞ്ഞു, ചെറിയ കുട്ടിയാണ്, വലിയ വെയിറ്റ് ട്രെയിനിങ് കൊടുത്തേക്കല്ല, പിന്നെ ട്രെഡ്മിൽ മാത്രമേ ഓടിക്കാവുള്ളൂ. അങ്ങനെ ആദ്യ കാലത്ത് കയറി ഓടി തെറിച്ച് താഴേക്ക് വീണിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ജിമ്മിൽ പോയി അന്ന് തൊട്ടേ 9ാം ക്ലാസ് 10ാം ക്ലാസ് തൊട്ടേ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് സ്വന്തമായിട്ട് ആ വണ്ണമുള്ള ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് സ്ലിം ആക്കി കൊടുക്കും. പക്ഷെ ഇതിന്ന് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് വ്യത്യാസമുണ്ട്. ഭയങ്കര ചബ്ബിയായിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് സ്കെൽറ്റൻ പോലെ ആയി ശരിക്കും അല്ലേ? പിന്നെ മോഡലിങ്ങിന്റെ
പരമായിട്ടുള്ള കുറച്ച് മെയിൻറ്റെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ പിന്നെ ഡയറ്റിംഗ് ആയിരുന്നു മൊത്തം. ഇപ്പൊ ഭയങ്കരമായിട്ടും മെലിഞ്ഞു പോയിന്ന് തോന്നിയില്ലേ? അല്ലേ, ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ ഫുഡിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടോന്ന് വെച്ചോ. തന്നെയല്ല, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉച്ചക്ക് ചോറൊന്നും ഉണ്ണത്തില്ല, 2 ചപ്പാത്തി കുറച്ച് വെജിറ്റബിള് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളു. പുള്ളി അങ്ങനെ ആഹാരം വലിച്ചു വാരി കഴിക്കുകയല്ല, വേണ്ട പുള്ളിക്ക്. രാവിലെ ആണെങ്കിലും വേണ്ട, ഒന്നും വേണ്ട. ഈ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ഉള്ള നട്ട്സോ അങ്ങനെ ക്യാരറ്റോ അതും ഇതൊക്കെ അടിച്ച് കുറച്ചുകൊണ്ട് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. അതൊക്കെ പുള്ളിയുടെ മെയിൻ പരിപാടി. മറ്റുള്ള ഇപ്പം സാധാരണ പിള്ളേര് ബിരിയാണിയും പിന്നെ ഷവർമ്മ ഇതൊക്കെ ആവശ്യപ്പെടുന്നത്, പുള്ളിക്ക് അതൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒന്നും വേണ്ട പുള്ളിക്ക് എപ്പോഴും ആ ഒരു രീതി, ഒരേ രീതിയിൽ തന്നെ. പച്ചക്കറിയൊക്കെ ഇഷ്ടമാണ്, പച്ചക്കറി കടിച്ച് കുറച്ച് അതില് കഴിച്ചോണ്ടൊക്കെ നടക്കുന്ന കാണാൻ പറ്റില്ല. പോലെ തന്നെയാണല്ലേ കഴിച്ചോണ്ട് നടക്കാറുള്ള. ഇതിന്നൊക്കെ ഒരു വ്യത്യാസം വന്നു എനിക്ക് തോന്നുന്നു. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും ഒരുപാട് റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് അർജുൻ. ഒരുപാട് റെസ്പെക്ട് കൊടുക്കും. ആരെയും അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുവോ അങ്ങനെയൊന്നുമില്ല. എല്ലാരും ഒരുപാട് ബഹുമാനിക്കും. ഞങ്ങള് കാണിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു രീതി രണ്ട് കുട്ടികളും അങ്ങനെ തന്നെ, ആരെയും വെറുപ്പിക്കുന്ന സംസാരമില്ല. ഒരുപാട് ഫാൻ ഗേൾസ് ഉണ്ടല്ലോ, അപ്പൊ ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ? ഉചിതമെന്ന് തോന്നിയാൽ അക്സെപ്റ്റ് ചെയ്യും. അവനും കൂടെ അല്ല, അർജുനായിട്ടൊരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അവന് ആരെ വേണമെന്ന് അവന് ഞങ്ങളോട് ആവശ്യപ്പെട്ടാല് എനിക്ക് ഇന്ന കുട്ടിയെ മതി എന്ന് പറഞ്ഞാൽ അവന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടു കൊടുക്കുള്ളൂ. പറയാൻ കാരണം വെച്ചാൽ ഞാൻ സ്നേഹിച്ച് കിട്ടിയതാ കക്ഷി. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ? ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടോ, ഇത് എങ്ങനെ റിവീൽ അല്ല, റിവീൽ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഇന്റർവ്യൂവിന്? ഇല്ല, അല്ല, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ? തീർച്ചയായിട്ടും. ഇതെന്തുകൊണ്ട് ആദ്യമേ പറയാത്തത്? അപ്പം അതുകൊണ്ട് അവര് മോള് സെലക്ട് ചെയ്ത ഒരു പയ്യനെ നമ്മള് കെട്ടിച്ചു കൊടുത്തത്. ലവ് മാരേജ് ഒന്നുമല്ല, വർക്കൗട്ട് ചെയ്യാൻ പോയപ്പോ കണ്ടു പരിചയപ്പെട്ടതാ. ജിമ്മില് വർക്കൗട്ട് ചെയ്യാൻ അവർക്ക് പടം കിട്ടിയായിരുന്നു, മറ്റേ ജയരാജിന്റെ ഒരു പടം കിട്ടിയായിരുന്നു നായികയായിട്ട്. ചെയ്യാൻ പറ്റിയില്ല. ആ പടവുമായിട്ട് ബന്ധപ്പെട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോയപ്പം ട്രെയിനറായിട്ട് വന്നൊരു പയ്യനാണ്. കണ്ടു, അവൻ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കല്യാണവും നടത്തി. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇവനും പറയാ, ഞങ്ങളോട് പറയാ എനിക്ക് ഇന്നലെ മതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവന്റെ ഇഷ്ടത്തിന് കൂട്ടുനിൽക്കും. കാരണം നമുക്ക് എതിര് പറയാനില്ല. അവരാണ് അച്ഛനും അമ്മയും ആ ഒരു സ്റ്റേജ് അനുഭവിച്ചതുണ്ട്. ലവ് മാരേജ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. നിങ്ങള് ലവ് മാരേജ് ആണെങ്കിലും വീട്ടുകാർ കേട്ടത്. പക്ഷെ അത് എങ്ങും അറിഞ്ഞിട്ടില്ല, പുറത്തറിയണല്ലേ ആണ്. ഓക്കെ, ആർക്കും അറിയാത്ത കാര്യം. അപ്പൊ കല്യാണമായിട്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കരിയർ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടായിരിക്കും ഒരു മാരേജിലേക്ക് അല്ലേ? അത്രേ ഉള്ളൂ. അവൻ ആദ്യം നിക്കട്ടെ, അവൻ ഇന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് വന്ന് ഒരു എന്താ ഇരിപ്പിടം കിട്ടണം ആദ്യമേ. അപ്പൊ ഇനി മുതല് ഫാൻ ഗേൾസിനൊക്കെ ഉറക്കുണ്ടാവല്ലേ? കാരണം അച്ഛനും അമ്മയും ലവ് മാരേജ് ആണ്. അത് നിങ്ങളോട് എനിക്ക് എടുത്തു പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, ആരെ കൊണ്ടുവന്നാലും സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള കുറവുകൾ കണ്ട് മനസ്സിലാക്കി തീർച്ചയായിട്ടും അവനൊരു കൂട്ട് ഉണ്ടാവും. അതാണ് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ജിമ്മിലൊക്കെ പോകുന്ന വർക്കൗട്ട് ചെയ്യുന്നത്, അപ്പൊ ജിമ്മിലുള്ളവരുമായിട്ടൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്? നല്ല ഫ്രണ്ട്ലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് നിങ്ങൾ തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ, ജിമ്മിൽ പോയായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങളെ കാണാനിട്ട് ജിമ്മിൽ പോയ അവന്റെ സുഹൃത്തുക്കളുമായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായത്. അത് ആ ഷോൾഡർ എടുത്ത് കാണിക്കുന്നുണ്ടത്. അവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ പുറകോട്ടും കണ്ട് തിരിഞ്ഞ സമയത്ത് കാല് വഴുതിപ്പോയി. പുറകോട്ട് മറിഞ്ഞ് ഗ്ലാസ് ിട്ട് ചെന്ന് തട്ടി. ഗ്ലാസ് കാട്ട് തകർന്ന് താഴെ വീണ് ഇവിടെ മുറിഞ്ഞു. 52 കുത്തുകെട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ 52 കുത്തിട്ട്, പിന്നെ തുടയുടെ എവിടെയൊക്കെ മുറിഞ്ഞു. അതൊരു പോയിരുന്ന അത് ദൂരെ ഇവിടെ ബാംഗ്ലൂർ ആയിരുന്നു അല്ലേ. നല്ലൊരു വർക്ക് കിട്ടിയായിരുന്നു. അതിന് പോകാൻ ഇരിക്കുമ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്.
അതും പുള്ളിക്കൊരു വലിയ ബുദ്ധിമുട്ടായി പോയി. അതൊക്കെ ഒരു എന്തോ പറയുന്നത് വലുതെന്തോ വരായിരുന്നു അവിടെ തട്ടിപ്പോയെന്ന് പറയാം അല്ലേ. സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര താല്പര്യമില്ലേ, പ്രത്യേകിച്ച് ലാലേട്ടന്റെ കൂടെ. അപ്പൊ ഇനി ഒരു അവസരങ്ങളൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അച്ഛനും അമ്മയും? തീർച്ചയായും ഉണ്ട്. കാരണം ഈ 100 ദിവസവും കണ്ടോണ്ടിരിക്കുന്നുണ്ട് അല്ലേ, ലാലേട്ടനെ കണ്ടോണ്ടിരിക്കണം. ലാലേട്ടനെ ഒരു ദിവസം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ടല്ലേ. അതൊരു ഭാഗ്യമാണ്. ഇത്രയും ദിവസം ഒരാളെ കാണാ, എന്റെ പേരെടുത്ത് വിളിച്ചു പറയാ അല്ലേ, അതൊക്കെ ഭയങ്കര വലിയ ഭാഗ്യാണ്. അടുത്ത് പോയിരിക്കുക, ഞങ്ങൾ വിളിക്കുന്നത് തന്നെ അപ്പു എന്ന് പുള്ളി വിളിച്ചു. കാരണം ലാലേട്ടന്റെ മകന്റെ പേരും അപ്പു എന്നാണല്ലോ. അപ്പൊ ആ ഒരു ഒക്കെ വെച്ചിട്ട് ഉള്ളൊരു ഇഷ്ടം കൂടെ അപ്പു. ഓക്കെ ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ സായി കൃഷ്ണ എന്തായിരുന്നു 5 ലക്ഷം രൂപ എടുത്ത് മടങ്ങിയല്ലോ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒരു പേടി ഉണ്ടായിരുന്നു, ഇനി അർജുൻ എങ്ങാം വല്ലാതെ എടുക്കുവോ? ഇല്ല, അങ്ങനെ ഒരു പേടിയില്ല. ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു, മണി ബോക്സ് വെക്കുമ്പോ എടുക്കണ്ട, ജനം എന്ന് പുറത്താക്കുന്നു അന്നേ മോൻ ഇറങ്ങാവുള്ളൂ. ജനങ്ങളാണ് തീരുമാനിക്കണ്ടേ, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും പോരരുത്. കാരണം ജനം തീരുമാനിക്കട്ടെ അർജുൻ നിൽക്കണോ വേണ്ടേ എന്നുള്ളത്. വീട്ടില് ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമുക്ക് ആ പണം വേണ്ട. ജനം തീരുമാനിച്ച് ജനങ്ങളെ പുറത്താക്കണം. കാരണം ജനമാണ് ഇവനെ ഇത്രയും ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. ആ ജനങ്ങളെ തീരുമാനിക്കണം അർജുൻ എവിടെ വരെ പോകണ്ട എന്നുള്ളത്. അർജുൻ ഒരിക്കലും സ്വയം തീരുമാനിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരിക്കലും മണി ബോക്സ് എടുത്തിട്ട് വരില്ല എന്നുള്ളൊരു കാര്യം. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപാട് കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് വിലയിരുത്തുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതായത് അർജുൻ അല്ല വേറൊരാളെ പേര് പറയുകയാണെങ്കിൽ ആരെ പേര് പറയും? എങ്ങനെ മണി ബോക്സ് എടുത്തോണ്ട് അല്ല, ഇഷ്ടം എനിക്ക് അതിന് സത്യം പറഞ്ഞ എല്ലാവരും ഇഷ്ടമാണ്. ഒരാളെ എടുത്തു പറയാൻ പറ്റത്തില്ല. പുറത്തു പോയവരെ എനിക്ക് ഇഷ്ടമാണ്, അകത്ത് നിൽക്കുന്ന ഇപ്പൊ നിലവിലുള്ളവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആരെയും ഒന്നിനൊന്നും മെച്ചമുള്ള മത്സരാർത്ഥികൾ അവിടെ വന്നിരിക്കുന്ന എല്ലാവരും. പുറത്തു പോയവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അവരെല്ലാം ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, എങ്കിലും എല്ലാവരും എനിക്ക് കാണണമെന്നുണ്ട്. അർജുൻ വിൻ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞും എല്ലാവരും ഒന്നിച്ചു കൂടി, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടി എനിക്ക് ഒരിക്കൽ കൂടി ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ചെന്നപ്പം പല മത്സരാർത്ഥികളും അവിടെ ഇല്ലായിരുന്നു. അവരൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ അവിടെ ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന ആൾക്കാരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരെയും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതൊരു ഗെയിമാണ്. അവിടെ വെക്കുമ്പോ അതൊരു ഷോ. ആ ഗെയിമില് ആകുമ്പം പരസ്പരം എനിക്ക് കപ്പ് വേണം അല്ലെങ്കിൽ ഞാൻ ഒന്നാമത് എത്തണം എന്നുള്ളൊരു ഇത് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള കാര്യം പുറത്ത് അവര് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. എന്താണെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു വൈരാഗ്യം ഒന്നും മനസ്സിൽ വെച്ചോണ്ട് അതിനകത്തിരിക്കത്തില്ല. എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും നേരം എടുക്കുമ്പോൾ കണ്ട് അവരെല്ലാം ഒറ്റക്കെട്ടല്ലേ. പുറത്തിറങ്ങുമ്പോഴും അവർ അതുപോലെ തന്നെയായിരിക്കും, എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. കാരണം അവരുടെ പ്രൊഫഷൻ ഇതാണ്, മീഡിയ ആണ്. അവര് എന്തായാലും എല്ലാരും ഒന്നായിട്ട് തന്നെ നിൽക്കുള്ളൂ. ആരും എല്ലാവരും ഗെയിമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എടുക്കുള്ളൂ. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ച. എല്ലാവരും താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ എന്റെ മകനാണ് നല്ലത് അല്ലെങ്കിൽ എന്റെ മകനാണ് നമുക്ക് പറയാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ഇത് ആഗ്രഹിച്ചു വന്നവരാ. ഒന്നിനൊന്ന് ഈ വയൽക്കാട് എൻട്രി വന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അഭിഷേകം ആണെങ്കിലും എല്ലാരും ഒന്നിനൊപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നന്ദന പുറത്തിറങ്ങി, സായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കാലോ. അപ്പം അവിടെ ഒരു കോംബോ പിന്നെയും ക്രിയേറ്റ് ചെയ്തു, നന്ദന സായി ഒക്കെ ആയിട്ടുള്ള ഒരു കോംബോ. കാരണം ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിട്ടുള്ള. അപ്പം അച്ഛനും അമ്മയ്ക്ക് ഈ കോംബോ ഉള്ള ഒരു ഇത് ഇഷ്ടമാണോ? മീൻസ് കോംബോ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മകന് മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ള തോന്നലുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. കോംബോ വർക്ക്ഔട്ട് ചെയ്തു പോയാലല്ലോ മത്സരത്തിൽ ഡൗൺ ആകും എന്നുള്ളൊരു പ്രശ്നമേ ഇല്ല. അതൊരു എന്താ പറയുന്നത്, ഞാൻ ഒരു കാര്യം പറയാൻ പാടില്ല, നമുക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം തുറന്നു പറയണമെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് വേണം. അത് നമ്മൾ ഫാമിലിയിലാണല്ലോ, അതെ പുറത്തായാലും അതെ, നമുക്ക് ഒരാള് നമുക്ക് വേണം, നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ. അപ്പൊ അങ്ങനെ അതിനകത്ത് ഒരാളല്ല, ഒന്നിലധികം പേര് അർജുനുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയാനില്ല. കോംബോ ആയിട്ട് കൂടുതൽ കാണിക്കുന്ന അർജുന ശ്രീതു ആണ്. നല്ലൊരു കോംബോയാ, എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ആരായിട്ടാണെങ്കിലും പക്ഷെ നല്ല എന്താ പറയുക, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് അർജുൻ ശ്രീധുവിനെ കാണുന്നത്. പ്രത്യേകിച്ച് അവന്റെ ആ കൈയുടെ ബുദ്ധിമുട്ട് ആ കുട്ടി ഒത്തിരി അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും.
പിന്നെ അത് പുള്ളിക്കാരത്തി അത് മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. എങ്കിലും ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കി ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമാണ്. ഇനി ആരാണെന്ന് പറയുന്നത് സീതുവല്ല, മറ്റ് ഏത് പെൺകുട്ടിയാണെങ്കിലും ഓരോക്കെ പറയുന്ന അപ്സരയൊക്കെ നല്ല ശരണ്യ, ഇവരൊക്കെ എല്ലാം നല്ല ശ്രീരേഖ അല്ലേ, എല്ലാരും നല്ല ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ അർജുന്റെ പോക്കറ്റിൽ ഇങ്ങനെ എന്താ കൈയിടുന്നൊക്കെ ഒരു സീൻ ഉണ്ടായിരുന്നു. മീൻസ് എന്താ സിബൊക്കെ തുറക്കുന്ന രീതിയിൽ സൈഡ് പോക്കറ്റില്. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അർജുൻ പെട്ടെന്ന് അതിങ്ങനെ മാറ്റാണ് ചെയ്തത്. അപ്പൊ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, എന്താണ് അർജുൻ അങ്ങനെ ആവില്ല, അർജുൻ ഇങ്ങനെ ആവില്ല എന്നൊക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അതായത് ഫാൻ ഗേൾസ് തന്നെയാണോ എന്ന് പറയുന്നത്, ഒരിക്കലും ഞങ്ങൾ അർജുൻ എങ്ങനെ ആകില്ല എന്നൊക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നാറുള്ളത്, എല്ലാം അമ്മ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാറുള്ളത്, ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, അവൻ വീട്ടിലെങ്ങനെയാണോ അങ്ങനെ തന്നെയാണല്ലോ അവിടെയും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം പുള്ളിക്കില്ല. പുള്ളി ഇപ്പം നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നതല്ല, അവൻ ഇത്ര അടുത്തിരിക്കാൻ പോലും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എല്ലാവരുമായിട്ട് അവൻ അത്ര ഒരു ഇതുണ്ട്. അവൻ എവിടെ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യണോ അതനുസരിച്ച് കക്ഷി ചെയ്യുള്ളൂ, നിൽക്കാറുള്ളൂ. ഇപ്പം ബിഗ് ബോസിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ ഇത്രയും പെൺകുട്ടികളുടെ കൂടുതലായിട്ട് അവൻ അടുത്ത് സംസാരിക്കുന്നത് കാണുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും വണ്ടർ ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു മാറ്റം വന്നതിൽ നല്ലതല്ലേ, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പഠിച്ചത് ഒരു വലിയ കാര്യമാണ്. ഇപ്പം ബോഡി ബിൽഡർ ആയിട്ട് വരുമ്പോ നമുക്ക് ജിൻഡോ ചേട്ടനെയും കൂടി കൺസിഡർ ചെയ്യുമ്പോ പുള്ളിയും ഇങ്ങനെ ബോഡി ബിൽഡർ ആണല്ലോ. അപ്പൊ ജിൻഡോ ചേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്, ആളെ കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? ജിൻഡോ നല്ല ഒരു ഗെയിമറാണ്, കുഴപ്പമില്ല. ആളെല്ലാം ഭയങ്കര എന്താ പറയാ സീരിയസ് ആയിട്ട് എടുക്കാണ്ട് ഭയങ്കര ഇതിൽ പോരുന്ന വ്യക്തിയും കൂടെ ആണല്ലോ. അപ്പോ പല കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അർജുൻ പറയുകയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതേപോലെ മറ്റൊരു വ്യക്തിയാണ് ജിൻഡോ. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടം, അത് അർജുനെ ഇഷ്ടപ്പെടുന്ന പോലെ വേറൊരു ഫാൻ ബേസ്. അതല്ല ഞാനിപ്പോ പറഞ്ഞത്, ജിൻഡോ എന്നൊരു വ്യക്തിയല്ല, അതിനകത്ത് എത്ര മത്സരാർത്ഥികളുണ്ട്, എല്ലാരും ഒരുപോലെ ഒരേ കണ്ണിൽ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ എല്ലാവരെയും ഇഷ്ടമാണ്. ഒരാളുടെ പേര് നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല. എല്ലാ മത്സരാർത്ഥികളും അകത്തും ഇപ്പൊ നിലവിൽ നിൽക്കുന്നതും പുറത്തു പോയവരെ എല്ലാവരെയും ഞങ്ങൾക്ക് ഒരേ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് ഔട്ടായി പോയെന്ന് പറഞ്ഞാൽ അവര് മോശക്കാരായിട്ട് പോയതല്ല, അതൊരു നിയോഗം. അങ്ങനെ ഓരോരുത്തർ പോകണമല്ലോ, ഒരാഴ്ചയിലും പോകണം, അതുകൊണ്ട് മാത്രമാണ് അവര് പോയത്. അവർ പോയവരെല്ലാം നല്ല ബ്രില്യന്റ് ആയ ആൾക്കാർ, ആരും മോശമല്ല. എല്ലാവരും അത് കാരണം ഭയങ്കര ഇഷ്ടം എല്ലാവരെയും. അതുകൊണ്ട് ഇപ്പം എന്താ ഫിനാലെ വരാണ്. ഫിനാലെ വരുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു ഉപദേശമായിട്ട് അർജുന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അച്ഛൻ എന്തായിരിക്കും കൊടുക്കുക? ഉപദേശം എന്ന് പറഞ്ഞാല് അവന് ഇപ്പോഴും ഗെയിമിലൊന്നും വലിയ കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെയാ പോണത്. എന്നാലും ഒരു കാര്യം പറയണല്ലോ, വേറെന്താ ഇപ്പൊ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു മെസ്സേജ് ഇപ്പൊ കൊടുക്കാൻ നമുക്ക് ഫോൺ വഴി കൊടുക്കാൻ പറ്റത്തില്ല. കണ്ട് കൊടുക്കാൻ പറ്റിയെന്ന് ഉണ്ടെങ്കിൽ മീൻസ് എന്താ പറയാ, ഇപ്പൊ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ കൊടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കും? സപ്പോസ് നന്നായിട്ട് ഗെയിം കളിച്ച് വിൻ ചെയ്ത് കപ്പ് വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറയും ഒരു മെസ്സേജ്. അത് നീ എങ്ങനെയാണോ അതിനകത്ത് ഇവിടെ എങ്ങനെയാണോ അത് അതുപോലെ തന്നെ 100 ഡേയിൽ നിന്ന് വിൻ ചെയ്ത് തരാൻ പറയും. അച്ഛനും അത് തന്നെ എല്ലാരും കാണുന്നതല്ലേ. എല്ലാ മക്കളും നന്നായി വരാൻ അച്ഛനും അമ്മയ്ക്കും താല്പര്യമുണ്ടല്ലോ. ഞങ്ങളെ പോലെ തന്നെ അതിനകത്തുള്ള ആൾക്കാരുടെയും അച്ഛനും അമ്മയ്ക്കും ആഗ്രഹിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ നോറായിട്ടൊക്കെ വിഷം കെട്ടി ചെയ്യുന്നുണ്ടല്ലോ, നോറയുടെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോ അമ്മയ്ക്ക് അച്ഛൻ എന്താ തോന്നിയത്? വരുമ്പോ ഞാനത് ആസ്വദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ കാണുന്ന പറഞ്ഞാലും ജിൻഡോ ചേട്ടാ അത് ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ്. അത് പല സ്ഥലങ്ങളിലും കുട്ടികള് പല വീടുകളിലും എന്നോട് പലരും പറഞ്ഞു ജിൻഡോ ചേട്ടാന്ന് പറഞ്ഞ് പലരും നടക്കുന്നുണ്ടത്, ചെറിയ കുട്ടികളൊക്കെ. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പുള്ളി നമുക്ക് തന്നോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഇവന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടായിരുന്നോ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞെടുത്തത് പെട്ടെന്ന് ഇവിടെ വന്നു കഴിയുമ്പോ എങ്ങനെ ആവും എന്നുള്ളതിനെ കുറിച്ചാണ്. ഇവന്റെ പഴയ സ്കൂൾ ബാഗ് എടുത്ത് തൊള്ള തൂക്കിട്ട് അല്ല, അത് അമ്മ കേറിയപ്പോ ശ്രദ്ധിച്ചില്ല, അത് എപ്പോഴും ഇങ്ങനെ ഇടുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, നമ്മള് ഓർക്കിഡ് കൂടി പോലും ഉണ്ടാവില്ലായിരിക്കും. മൈക്കൊക്കെ
ഉണ്ടെന്നുള്ള കാര്യം അതിനകത്ത് കയറുമ്പോൾ നമ്മൾ മറന്നു. ആദ്യം ഒരു കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ക്യാമറ എല്ലായിടത്തും ക്യാമറ ഉണ്ടെന്നുള്ളതെല്ലാം മറന്നു. ഞാൻ 10 മിനിറ്റ് കൊണ്ട് മറന്നുപോയിരുന്നു. ആണല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ വരുമ്പോ വേറൊരു അർജുനായിരിക്കും അല്ലേ? മൈക്കില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഇതുപോലെ എന്റർടൈൻമെന്റ് ഒക്കെ തരുന്ന ഒരു അർജുനായിരിക്കും ഇനി വരിക. തീർച്ചയായിട്ടും. ആ ഗൗരവമൊക്കെ വിട്ടു അല്ല, ഇനി ഗൗരവം കാണിക്കുമ്പോ എന്താ ചെയ്യണ്ടേ? ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാം. നീ ഇത്രയും ദിവസം ഇങ്ങനെയായിരുന്നു അല്ലേ? അത് കാണിച്ചു കൊടുക്കേണ്ടി എല്ലാം റിവീൽ ചെയ്ത് ഇനി ഒന്നും ഇല്ല നമുക്ക്. അപ്പൊ ഇതുപോലെ ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോയിട്ട് ഒരു വിന്നറായി കപ്പും കൊണ്ട് വരട്ടെ അല്ലെ? കപ്പും കൊണ്ടുവരുമ്പോ ഞാനും എനിക്കായിരിക്കും ഇഞ്ചുറി തരാൻ പറ്റുക. തീർച്ചയായിട്ടും തരാം. ഓക്കെ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉറപ്പായിട്ട് അർജുൻ കപ്പായിട്ട് വരും. പ്രത്യേകിച്ചും അവനെ വീക്ഷിക്കുന്ന ജനങ്ങള് തീർച്ചയായിട്ടും ജനങ്ങളുടെ നല്ലൊരു സപ്പോർട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പിയർ വർക്ക് ഒന്നും ഇല്ലാതെ പിയർ വർക്ക് എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞല്ലോ. അതൊന്നും ഇല്ലാതെ ഇവിടം വരെ അർജുൻ വന്നിട്ടുണ്ട് എങ്കിൽ ഇനി ബാക്കിയുള്ള 2 ആഴ്ചയോടെ നിന്ന് വിൻ ചെയ്ത് എന്തായാലും ഒരു 2 ആഴ്ച കൊണ്ട് അവനൊത്തിരി മാറ്റങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരുടെ. കാരണം വെച്ചാല് അവരെന്താണോ ആഗ്രഹിച്ചത് അതിപ്പോ പ്രേക്ഷകർ സഡൻ ചേഞ്ചസ് ഒക്കെ അതാണ് അർജുൻ എന്നുള്ള രീതിയിൽ ജനങ്ങൾ ഈ സംസാരിക്കുന്നത്. കുറച്ച് ബഹളം വെക്കുന്നു, അല്ലെ കളകളാന്ന് കുറെ സംസാരിക്കുന്നു, ഘോര പ്രസംഗിക്കുന്നു, അതൊന്നും അല്ല ഒരു വ്യക്തിത്വം, ഒരു മെസ്സേജ്. ശരിക്കും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഒരു മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. ഫാമിലിയിൽ എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു ഷോ ആണിത്. കുറച്ച് ബഹളങ്ങളോ അല്ല കുറച്ച് അലമ്പുകളോ കൈ കൊണ്ടുള്ള അഭ്യാസങ്ങളോ കായിക അഭ്യാസമോ ഒന്നും അല്ല ബിഗ് ബോസ് എന്നൊരു ഷോ എന്ന് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ഞാൻ കാരണം കഴിഞ്ഞ പോയ 5 സീസൺ ഞാനിത് കണ്ടോണ്ടിരുന്നതാണ്. ഇത് 6ാമത്തെ സീസണാണ്. അപ്പൊ ഓരോ സീസൺ കഴിയുന്തോറും പിന്നെ വരുന്ന ഓരോ സീസൺ നല്ല കുറച്ചുകൂടി ബെറ്ററായി വരാൻ ആഗ്രഹിക്കുന്ന ഞാനെന്ന വ്യക്തി. അതുപോലെ ആയിരിക്കും എല്ലാ കുടുംബിനികളും ആഗ്രഹിക്കുന്നത്. കാരണം കുഞ്ഞു കുട്ടികളെ എല്ലാവരും ഇന്ന് കാണുന്ന ഒരു ഷോ ആയത്. അപ്പൊ നമുക്ക് അതാണ് കുറെ മെസ്സേജുകൾ, നല്ല മെസ്സേജുകളാണ് പുറത്തേക്ക് വരേണ്ടത്. അല്ലാതെ വഴക്കോ ബഹളോ അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടോ അതൊന്നും അല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ. അതിനകത്ത് സൗഹൃദം, മെയിനായിട്ട് സൗഹൃദമാണ് വേണ്ടത്. എങ്ങനെ പുറത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന മത്സരാർത്ഥികളായിട്ട് ശരിക്കും ഒരു സൗഹൃദം വേണം. ആ സൗഹൃദമാണ് ഒരു ഷോ എന്ന് പറയുന്നത്. അതിനകത്ത് ഫൈറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ ഗെയിമാണ്. ആ ഗെയിമിന്റെ ഭാഗമായിട്ട് കാണുള്ളൂ. എപ്പോഴും ഒരു കോണ്ടാക്ട്, ഒരു ബോണ്ട്, ഒരു സൗഹൃദം, ഇതൊക്കെയാണ്. അത് അർജുനിൽ നിന്ന് ഒരുപാട് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് അർജുനും കിട്ടിയിട്ടുണ്ട്. ആരും വെറുപ്പിച്ചിട്ടില്ല. കാരണം പുറത്തിറങ്ങി വന്നാലും ഇപ്പം ഹെൽപ്പ് ചെയ്യുന്ന ജനങ്ങൾ അതേപോലെ തന്നെ ഇരുകൈ നീട്ടി അർജുനെ സ്വീകരിക്കും. അതിലിപ്പം അശ്വിനി ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ ചെയ്ത് അച്ഛന് ജോലി ഉണ്ടോ, പറഞ്ഞു വിട്ടോ, പറഞ്ഞു വിട്ടോ. ജനങ്ങളുടെ പിന്നെ കൺസേൺ ഉണ്ടായിരുന്നു ആൾക്ക് അങ്ങനെ. പിന്നെ ഒരു കാര്യമുണ്ട് മോളെ, വളർന്നു വരുന്ന ഏതൊരു ആർട്ടിസ്റ്റിനും ശകലം ഗോസിപ്പും ഇച്ചിരി നെഗറ്റീവും പോസിറ്റീവും കൊള്ളാൻ നല്ലത്. ഇത് ഇല്ലാതിരുന്നു കഴിയാണല്ലോ അവരൊരു ആർട്ടിസ്റ്റ് അല്ല. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു അച്ഛനും അമ്മ ഉള്ളത് കൊണ്ടാണ് പുള്ളി ഇത്രയും എന്താ പറയുക കോൺഫിഡൻസോടെ നിൽക്കുന്നത്. ഇവർ രണ്ടും ഭയങ്കര എന്താണ്, ഇവർ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് ഗൈസ്. ഞങ്ങളുടെ ജീവിതമേ ഇങ്ങനെയാണ്. ഫാമിലി ചിരിച്ചോണ്ട് ഈ സ്മൈൽ എപ്പോഴും ചിരി ഫാമിലി. ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഗൗരവം വരത്തില്ല, ചിരിച്ചോണ്ട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കണം. അതെ, ചിരി തന്നിട്ടുണ്ട്. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ലൈഫ് ലോങ് മൊത്തം ചിരി നിലനിൽക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെയാണ് അശ്വിനി ചേച്ചിയും ഒരു എപ്പോഴും എനിക്ക് തോന്നുന്നു ഭയങ്കര സിമിലാരിറ്റി ആണ്. അവളെ കൊണ്ട് ഞാൻ വർക്കിനൊക്കെ പോകുമ്പോ അവിടുത്തെ ഡയറക്ടർ എല്ലാരും പറയാ ചിരി വന്നു, അമ്മയും മോനും ചിരി വന്നു, ഇവർക്ക് ദേഷ്യം ഒന്നും ഉണ്ടാവില്ലേ. സിമിലാരിറ്റി ഉണ്ട്, 3 പേരും ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ ഇനി പുറത്തു പോകുമ്പോ അച്ഛനെയും കൂടി കൊണ്ടുപോകും. ഞങ്ങളുടെ എല്ലാരും അറിയട്ടല്ലേ അർജുൻ അച്ഛനല്ല അഭിമാനിക്കുന്നില്ലേ? ഞങ്ങളുടെ മക്കളുടെ 2 പേരുടെ എന്റെയും ജീവിതത്തിലെ നെടുന്തൂണ് അച്ഛൻ. കാരണം ഞാൻ ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പ്രൗഡാക്കിയ എല്ലാ മക്കളിലും നമുക്ക് കിട്ടും. ഞാൻ മൂഡ് ഔട്ട് ആണെങ്കിൽ എന്റെ പിള്ളേർ അത്ര ആവില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്റെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഞാൻ എപ്പോഴും വീട്ടിൽ ഹാപ്പി ആവുമ്പോ എന്റെ കുട്ടികളും ഞാൻ ഹാപ്പി അല്ലേ. അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫാമിലി തന്നെ ഭയങ്കര എന്റർടൈൻമെന്റും ഭയങ്കര കൂൾ ആൻഡ് കാം ആണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. മുന്നോട്ട് 15 ദിവസം
ഇനി കുറച്ച് ദിവസം ദിവസമേ ഉള്ളൂ. 15-ലും കുറച്ച് ദിവസമേ ഉള്ളൂ. വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, കാണാൻ ഒരുപാട് ആഗ്രഹം. കപ്പുമായിട്ട് വരുന്നത് പിന്നെ തീർച്ചയായിട്ടും എല്ലാത്തിലുപരിയും ഒരു കപ്പ് വാങ്ങിക്കുന്നതിനും കപ്പ് കിട്ടുന്നതിനും എല്ലാം ഉപരി നമുക്ക് വേറൊന്നുണ്ട്. ലാൽ സാറിന്റെ അടുത്ത് നിൽക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം, ലാൽ സാറിനോട് സംസാരിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം. അതൊക്കെ അർജുന്റെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഉണ്ടാകും. പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. കാരണം ഒരു പ്രാവശ്യം ഞങ്ങള് മറയൂര് താമസിക്കുമ്പോൾ രസതന്ത്ര സിനിമയുടെ ഷൂട്ടിംഗ് ആണ്. ഞാൻ പണ്ട് തൊട്ട് മോഹൻലാൽ സാറിന്റെ ബിഗ് ഫാനാ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം പിന്നെ സാറിന്റെ മൂവി വരുമ്പോൾ കാണാൻ പറ്റുന്നതൊക്കെ മാക്സിമം കാണും. ഇവൻ ചെറിയ കുട്ടിയാ, മോളും ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു 5 പഠിക്കും, ഇനി വരുവാണെങ്കിൽ മോഹൻലാൽ സാറിനെ കാണാം, ആന്റണി പെരുമ്പാവൂർ സാറുണ്ട് ഇവിടെ, എല്ലാരും കാണാമെന്ന് പറഞ്ഞു. എവിടാ നിൽക്കുന്ന ഇന്ന സ്ഥലത്താണ്. ഞാൻ ഒരുത്തനും പോകുമോ ചോദിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് അടുത്ത ക്വാർട്ടേഴ്സിലെ പിള്ളേരൊക്കെ വിളിച്ചോണ്ട് വണ്ടി വിട്ട് പോവാ, ഓട്ടുവാ. കരിമ്പന്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേനും ആന്റണി പെരുമ്പാവൂർ സാർ പറഞ്ഞു ഞാൻ ചെല്ലാതെ പോകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും പോയെങ്കിലോ ചെന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇങ്ങനെ ഷൂട്ട് കാണാം. ആറ്റിൻകര ഓരോന്നുള്ള പാട്ടിന്റെ സീൻ എടുത്തിട്ടുണ്ട്, മീര ജാസ്മിൻ. അന്നേരം ഞാനിങ്ങനെ നോക്കി നിൽക്കാം, സാറിനെ തന്നെ കണ്ണു പറിക്കാതെ. സാറിന് എന്റെ നേരം നോക്കി ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു. ചുമ്മാ ഒരു സാറിന് അങ്ങനെ ഇതുണ്ടല്ലോ, ആരെങ്കിലും കാണും ഇങ്ങനെ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നൊരു ഒന്നും ഇല്ല എന്നുള്ള രീതിയില്. ഓ എന്റെ അമ്മേ, അതെനിക്ക് എന്റെ ഉള്ളിലൊക്കെ തട്ടി നിന്ന്. പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോഴേ ആ ലാൽ സാറിനെയും ആ ലൊക്കേഷനും എല്ലാരും കണ്ട ഓർമ്മകൾ എനിക്ക്. കാരണം സത്യൻ അല്ലേ, ഫുഡ് കഴിക്കുന്നതൊക്കെ ഞങ്ങളോട് ചോദിച്ചു. ലൊക്കേഷൻ എന്നാ, സെറ്റ് എന്നാ, ഒന്നും കണ്ടിട്ടേ ഇല്ല ശരിക്കും പറഞ്ഞ. അപ്പൊ ഞാൻ ഇവരെല്ലാം ഈ പറമ്പിക്കൂടെ ഇരുന്നാണ് കഴിക്കുന്നത്, ഇഡ്ഡലി സാമ്പാറ് കഴിക്കുക. അപ്പൊ എന്നോടും മോനോടും ചോദിച്ചു കഴിക്കുന്നോ ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അതാണ് സെറ്റ് എന്നാന്ന് ഞാൻ കണ്ടത്. അങ്ങനെ ലാൽ സാറിനെ ഒന്ന് കണ്ടു, ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു, മീര ജാസ്മിന്റെ അടുത്തുനിന്ന് മേടിച്ചു, കണ്ടിട്ട് പോന്നു. അന്നേ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചു, എന്തെങ്കിലും ഒരിക്കൽ എന്റെ മക്കള് വലുതായി വരുമ്പോൾ ലാൽ സാറിനോടൊപ്പം ഒന്ന് നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയാൽ മതിയെന്ന് ദൈവം തന്നത്, അതിലേറെ തന്നു. ഒരു സിനിമയും കൂടി തീർച്ചയായിട്ടും സാറിനോടൊപ്പം പ്രതീക്ഷ അത് തന്നെ. സാറിനോടൊപ്പം ഒരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ അതൊരു എന്താ പറയണ്ടേ, നമ്മുടെ എന്താ പറഞ്ഞ മലയാളികളുടെ ഒരു അഹങ്കാരമാണ് ശരിക്കും പറഞ്ഞ ലാൽ സാറ്. അതാ ഒരു കാര്യത്തില് അയ്യോ. ഓക്കെ, അപ്പം എന്താണ് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ കപ്പും കൊണ്ട്. അർജുനെ വിളിക്കുന്ന കേൾക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ഒരു ഓസ്കാർ കിട്ടിയ ഫീലാ, സത്യം. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പേരിങ്ങനെ എടുത്തൊരാൾ പറയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും, സന്തോഷം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ബിഗ് ബോസ് ചെന്ന് കഴിഞ്ഞപ്പോ മൈക്കൊക്കെ ഇട്ട് അതിനകത്ത് കയറ്റി കഴിഞ്ഞപ്പോ പുറത്തുനിന്ന് കണ്ട സംഭവം അല്ല, അകത്ത് കയറി മൊത്തത്തിൽ കിളി പോയി. മോള് പിന്നെയും പിടിച്ചിരുന്നു, എന്റെ ചാനല് മൊത്തം പോയി. അപ്പൊ ബിഗ് ബോസ് ശ്യാമള എന്ന് വിളിച്ചപ്പോഴല്ലോ എനിക്ക് ഭയങ്കര ഇടി വിട്ടവരായി നെഞ്ചിനകത്ത്. ഞാൻ തന്നെ പറയാം, ഇങ്ങനെ ഒരു പേര് ആദ്യമായിട്ടായിരിക്കും ശ്യാമള എന്ന് ബിഗ് ബോസ് വിളിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു മൈക്ക് ശരിയായി ധരിക്കൂ എന്നൊക്കെ എന്നോട് പറയുമ്പോഴേ ഞാൻ അതിനകത്ത് മത്സരാർത്ഥിയെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിനകത്ത് ഫാമിലി റൗണ്ട് വിളിക്കും, അല്ലെങ്കിൽ അതിനകത്തേക്ക് പോകും, ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അവസരം കിട്ടിയാ പോവോ ബിഗ് ബോസിലോ? അതൊരു ചോദ്യം. അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. 10 ദിവസം 10 ദിവസം നിൽക്കും. മത്സരിക്കണം ഭയങ്കര ജീവിതത്തിൽ കിട്ടുന്ന ഒരു ഭയങ്കര ഒരു ഭാഗ്യം. അതത്ര ഒരു നമ്മുടെ സിനിമ ചെയ്യുന്നതിലും ഭയങ്കര പ്രൗഢ. ഒരു സിനിമയുടെ സെറ്റ് എന്നൊക്കെ പറഞ്ഞൊരു 45-50 ദിവസം അല്ല 60 ദിവസം കൊണ്ട് ഒരു ബിഗ് ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിൽ 70 ദിവസം കൊണ്ടിരിക്കും, അതങ്ങ് പോകും. ഇത് 100 ദിവസമാണ്. 100 ദിവസം ലാൽ സാറ് ബിഗ് ബോസ് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ലാൽ സാറിന്റെ ഒക്കെ മനസ്സിൽ ഈ ഔട്ടായി പോയ പിള്ളേര്, നിൽക്കുന്ന പിള്ളേരെല്ലാം പതിഞ്ഞിരിക്കുക. സീസൺ 1 തൊട്ട് എവിടെ വെച്ച് കണ്ടാലും കഴിഞ്ഞ സീസണിലാണ് കുട്ടികളാണെങ്കിലും ഇത് ഇന്നയാള് അർജുൻ സീസൺ 6 വന്ന ആളല്ലേ എന്ന് പറയും. അർജുൻ എന്നുള്ള പേരെന്നും നിലനിൽക്കും എല്ലാവരുടെയും. അപ്പം ഹാപ്പി ആയിട്ട് മുന്നോട്ട് ഇതേപോലെ എന്റർടൈൻമെന്റോടെ പോവാ. മകൻ മടങ്ങി വരുമ്പോ എന്റർടൈൻമെന്റ് എയർപോർട്ടിൽ കാണുന്ന ഞങ്ങളും അവിടെ ഉണ്ടാവും. നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് കാണുന്നുണ്ട്. ഗൗരവത്തോടെ ഇരിക്കുന്ന മകൻ ഇത്രയും എന്റർടൈൻമെന്റ് ആണെന്ന് അച്ഛന് ഞാൻ ഒന്ന് അറിയാൻ വൈകിപ്പോയി. പപ്പായ ഒരു ഫ്രണ്ടിനെ പോലെ കാണുന്നത് ഭയങ്കര കൂട്ടാ. അവിടെ നിങ്ങൾ ഇറങ്ങി ഒരു പപ്പ വിളിച്ചായിരുന്നോ? രാവിലെ ഇറങ്ങി വരുമ്പോഴേ വിളിച്ചായിരുന്നു. എന്നാ പറഞ്ഞു? നീ എണീറ്റോ അല്ലെ എന്താ എടുക്കുവോ എന്ന് ചോദിച്ചു. ചേച്ചി വിളിച്ചായിരുന്നോ? ചേച്ചി ഒന്ന് കുറവാ. കുഞ്ഞേച്ചി ആയിരുന്നു. ഒരു 5ാം ക്ലാസ് ചേച്ചിയായി, 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയപ്പോ എടിയായി.
ആ ഒരു ബോണ്ട് അങ്ങനെ ആയതുകൊണ്ടാവും അല്ലേ? ഓക്കെ, അപ്പം എന്താണ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ, വിന്നറായി വരട്ടെ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം, അർജുൻ വോട്ട് ചെയ്യണം. പിന്നെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, ഇത്രയും നാളും എന്റെ മോന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് പറയുന്നത്. ഇനിയും മുമ്പോട്ട് സാറ്, ബിഗ് ബോസ് പ്രേക്ഷകര്, ഇതിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് ഇനിയും മുമ്പോട്ട് 100 ദിവസവും ഇവനെ ഹെൽപ്പ് ചെയ്യണം, പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. എന്താ പറയണ്ടേ, ജനങ്ങളോട് സത്യത്തില് ഒരുപാട് കടപ്പാടും നന്ദി ഉണ്ടാവും. തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നത്രയും ആൾക്കാരെ ഞങ്ങള് കാണും, കോണ്ടാക്ട് ചെയ്യും. അർജുൻ എന്ന വ്യക്തി ഇറങ്ങി കഴിയുമ്പോൾ, അർജുൻ വിൻ ചെയ്ത് വരുവാണെങ്കിൽ ഹൃദയത്തിൽ തൊട്ട് പറയുന്നതാണ്, പല ആൾക്കാരെയും നിർദ്ധരായ കുടുംബങ്ങളെ ഞങ്ങൾ സഹായിച്ചിരിക്കും. ഉറപ്പാത് പല ചാരിറ്റികളിൽ ഞങ്ങള് സഹായം കൊടുക്കും. അർജുൻ വിൻ ചെയ്ത് തന്നാല് ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്യും. ആ സാമ്പത്തികം കൊണ്ട് അർജുൻ മൊത്തത്തിലല്ല ജീവിക്കാൻ പോകുന്നത്. പല കുട്ടികളെയും, നിർദ്ധരായ കുട്ടികളെയും, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെയും കണ്ടുപിടിച്ച് നിർദ്ധരായ കുടുംബങ്ങളിൽ ഞങ്ങളത് സഹായങ്ങൾ എത്തിച്ചിരിക്കും. ഉറപ്പായിട്ടും അവരെ ചെന്ന് കാണും. അങ്ങനെ ഒരു ഇതാണ് മനസ്സിലാഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം നടക്കട്ടെ. ഒരു വലിയ സിനിമ നടനാവട്ടെ, ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും അതിലുപരി ഒരു വിന്നർ ആവട്ടെ. വിന്നർ ആവട്ടെ. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.